വീട് സംരക്ഷിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ കുടുംബനാഥന് ഭ്രാന്തായി പോയാൽ നമുക്കെപ്പോഴും സഹതാപം തോന്നുക ഭ്രാന്തനായ ആളിനോടല്ല, മറിച്ച് ആ കുടുംബത്തിലെ മനുഷ്യരോടാണ്. മാനസികാരോഗ്യ നയം പറയുന്നത് അങ്ങനെ രോഗിയായി പോകുന്നവരെ പരിഹസിക്കാനോ മോശമാക്കാനോ പാടില്ല, അവർക്ക് ചികിത്സയാണ് വേണ്ടത് എന്നാണ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ തലവൻ മാനസിക നില തെറ്റിപ്പോയാൽ അയാളെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് ഭ്രാന്തായാൽ എന്തായിരിക്കും സ്ഥിതി? ഞാൻ ആലോചിച്ചു പോയത്, അയാൾ സംരക്ഷിക്കും എന്ന് കരുതി ഈ പറയുന്നത് പോലെ ഒരുപാട് അറബി തമ്പുരാക്കന്മാർ ഈ തലയ്ക്ക് കിറുക്ക് ബാധിച്ച ആളിൻ്റെ സംരക്ഷണം പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയും അതിൽ വിശ്വസിക്കുകയും അതിന് പണം മുടക്കുകയും ചെയ്യുന്നവരെയാണ്. പിന്നെ എനിക്ക് വിഷമം തോന്നുന്നത്, ഈ തലയ്ക്ക് വെളിവില്ലാത്തവൻ്റെ വാക്ക് കേട്ട് യുദ്ധത്തിന് രാജ്യസ്നേഹത്തിന് എന്ന പേരിൽ ഇറങ്ങി പുറപ്പെടുന്ന പട്ടാളക്കാരുടെയും ബാക്കിയുള്ളവരുടെയും കാര്യമാണ്. പിന്നെ എനിക്ക് സഹതാപം തോന്നുന്നത് അമേരിക്കക്കാരോടാണ്. വലിയ ഒരു മഹത്തായ രാജ്യമെന്ന് സ്വയം അവകാശപ്പെടുന്ന അത്രമേൽ പാരമ്പര്യമൊന്നും ഇല്ലെങ്കിലും വന്നിരുന്നിട്ട് പോയവർക്കെല്ലാം വെളിവുള്ളവനായിരുന്നു. പക്ഷേ യാതൊരു വെളിവുമില്ലാത്ത ഒരുത്തൻ വന്നിതിൽ ഇരുന്നല്ലോ എന്ന് വിചാരിച്ചാണ്. പിന്നെ എനിക്ക് സഹതാപം തോന്നുന്നത്, ഈ വെളിവ് കെട്ടവൻ ക്രിസ്ത്യാനിയാണ് എന്ന തരത്തിൽ അയാൾക്ക് പിന്തുണ കൊടുത്ത കുറേ ആളുകളുണ്ട്, കുറേ ഈ വെറിയന്മാരുണ്ട്, മതവെറിയന്മാർ. അവരെ കാര്യം ഓർക്കുമ്പോഴാണ് സഹതാപം തോന്നുന്നത്. കാരണം എന്താണെന്നല്ലേ, മാർപ്പാപ്പയെ അമ്പുഴുക്കും പറഞ്ഞ ശേഷം ഇപ്പോൾ സ്വയം അദ്ദേഹം ഒരു ജീസസ് ക്രൈസ്റ്റായി അവതരിച്ച് എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പോസ്റ്റാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്വന്തം വോളിൽ പങ്കുവച്ചത്, ട്രൂത്ത് സോഷ്യലിലിട്ടത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ട്രംപ് ടവറും. എന്ന് വെച്ചാൽ എത്രമേലാണ് ഈ ലോകത്തെ അയാൾ വെല്ലുവിളിക്കുന്നത്, എത്രമേലാണ് ഈ ലോകത്തെ അയാൾ പരിഹസിക്കുന്നത്, എത്രമേലാണ് ഒരു പ്രപഞ്ചത്തെയും വിശ്വാസത്തെയും ഒക്കെ അയാൾ അവഹേളിക്കുന്നത് എന്നതാണ് സത്യം. ട്രംപിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലുമാണ് സ്വയം ക്രിസ്തുവായി ഇതുപോലെ ചിത്രമിട്ടതെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കത്തിയേനെ. കേരളത്തിലൊക്കെ എത്ര പോസ്റ്റുകൾ വന്നേനെ, ക്രിസ്തുവിനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ വംശവെറിയൻ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവൻ ഇത് ചെയ്തതിൻ്റെ പേരിൽ ആരും ഒന്നും അനങ്ങുന്നില്ല എന്നതാണൊരു സത്യം. അത് ഒരു തരത്തിൽ ഒരു വിശ്വാസ പാപ്പരത്വം കൂടിയല്ലേ എന്ന് തോന്നിപ്പോകും. കാരണം ഇപ്പോൾ ഇസ്ലാം മതത്തിൽ ആരെങ്കിലും ഒരാൾ പ്രവാചകനാണ് എന്ന് സ്വയം അവകാശപ്പെട്ടു വന്നാൽ അവനെ മനസ്സുകൊണ്ട് വെറുക്കാനും തള്ളിപ്പറയാനുമെങ്കിലും ചിലരൊക്കെ വേണമെങ്കിൽ അവന് വധശിക്ഷ വിധിച്ചു കളയും. പക്ഷേ ഇത് തള്ളിപ്പറയാനെങ്കിലും ആളുകൾ തയ്യാറാവും. എന്നാൽ ഈ വെറിയൻ്റെ കാര്യത്തിൽ ഒട്ടും ഉണ്ടാകുന്നില്ല. ആരോ ഫേസ്ബുക്കിൽ എഴുതിയേക്കുന്നത് കണ്ടു, അമേരിക്കയിലെ PC ജോർജാണ് ട്രംപെന്ന്. എനിക്ക് തോന്നിയത് തിരിച്ചു പറയാനാണ്. അതായത് ഇവിടുത്തെ ട്രംപാണ് PC ജോർജ് എന്ന് പറയാനാണ് തോന്നിയത്. കാരണം PC ജോർജിന് പിന്നെയും വെളിവുണ്ട് ഈ ട്രംപിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. നോക്കൂ, മില്യൺ കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തെ ഇതുപോലൊരു 16 വയസ്സിൽ പെണ്ണ് പിടിച്ച എപ്സ്റ്റീൻ ഫയൽ എന്ന പേരിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ അകപ്പെട്ട ഒരു എന്താ പറയുന്നത്, ഒരു വെളിവും നിലവാരവും ഇല്ലാത്ത ഒരാളാണ് സ്വയം ക്രിസ്തുവായി ചമയുന്നത്. എന്നിട്ട് മാർപ്പാപ്പയൊക്കെ കണ്ടമാനം തെറി വിളിക്കുകയാണ്. സത്യത്തിൽ ഇയാളെ പരിഹസിക്കാൻ പാടില്ല. പക്ഷേ ഈ അധികാരവും അഹങ്കാരവും ഒക്കെ മൂത്ത് ഈ പറയുന്ന ഭ്രാന്തായിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിശ്വാസികൾ, ഇറാനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഈ മാനസിക നില തെറ്റിപ്പോയ അയാൾക്ക് നല്ല ബുദ്ധി കൊടുക്കാനും ചികിത്സ കൊടുക്കാനും അയാളുടെ അപകടങ്ങളിൽ നിന്ന്, അയാളുടെ കെടുതികളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനും വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. കാരണം ഇതിൽ ഏറ്റവും അപകടത്തിൽപ്പെടുന്നത് ക്രൈസ്തവ മതമാണ് എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ ഇനി പുള്ളിയുടെ ലെവലിൽ ഇതിനകത്ത് വേറെ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലെങ്കിലും ഇതിനപ്പുറവും ഈ പരമ വൃത്തികെട്ടവൻ ചെയ്യും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയെ ഈ സൈക്കോയെക്കുറിച്ചായിരുന്നു ഇന്നത്തെ വാർത്ത മുഴുവൻ.